നമുക്കറിയാം ഏതാണ്ട് 1.5 മാസം നീണ്ട പ്രചാരണ കാലയളവിൽ സംസ്ഥാനത്ത് ചർച്ചയായത് 1 ഡസനിലധികം വിഷയങ്ങളാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ തുടങ്ങി മാസപ്പടി വരെ അത് നീണ്ടുകിടക്കുകയായിരുന്നു. ചില മണ്ഡലങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ ദേശീയ വിഷയങ്ങളെ മറികടന്ന് ചർച്ചയായതും ഈ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ കണ്ടു. സുദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവ്. അതിനിടയിൽ മുന്നണികളിൽ ആർക്കും വിഷയദാരിദ്ര്യമുണ്ടായില്ല. ഓരോ ദിവസവും ഓരോന്ന് വന്നു വീണു. ചിലത് അവിചാരിതമായി വന്നു വീണതാണെങ്കിൽ മറ്റു ചിലത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ്. പൗരത്വ ഭേദഗതി നിയമമായിരുന്നു LDFന്റെ പ്രധാന പ്രചരണായുധം. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ്. കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് എല്ലാ തലത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാനായിരുന്നു UDFന്റെ ശ്രമം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പെൻഷൻ മുടക്കവും നികുതി വർധനവും സാമ്പത്തിക പ്രതിസന്ധിയും സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യതക്കുറവും പരമാവധി ചർച്ചയാക്കി. മാസപ്പടി വിവാദവും LDFനെ പ്രതിരോധത്തിലാക്കി. I am 24/7 attacking the BJP and the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. He says he is fighting ideological battle against the BJP. But I know the BJP because when you fight ideological battle against the BJP, they attack you with everything they have. But there is no attack on the Chief Minister of Kerala. It is not that there are no issues. There are corruption issues. അയോധ്യയായിരുന്നു BJPയുടെ പ്രധാന പ്രചാരണായുധം. മിക്ക മണ്ഡലങ്ങളിലും വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണവും BJP നടത്തി. സ്വാമിയേ ശരണം അയ്യപ്പ പഥനം തിട്ടയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വടകരയിൽ വ്യക്തിഹത്യയായിരുന്നു ചർച്ചാ വിഷയം. പാനൂരിലെ ബോംബ് നിർമ്മാണവും മരണവും LDFനെതിരെ ഇരു മുന്നണികളും ഉപയോഗിച്ചു. ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂർ ആദ്യാവസാനം സസ്പെൻസ് നിലനിർത്തി. ഇരട്ട വോട്ടും വോട്ടിന് പണവുമായിരുന്നു ആറ്റിങ്ങലിലെ ചർച്ച. കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരെന്ന നിലയിൽ കോട്ടയം ശ്രദ്ധയാകർഷിച്ചു. റിയാസ് മൗലവി വധക്കേസ് വിധി കാസർഗോഡ് മണ്ഡലത്തിൽ അവസാന ലാപ്പിൽ സജീവ ചർച്ചയായി. ഓരോ മണ്ഡലങ്ങളിലും ദേശീയ സംസ്ഥാന വിഷയങ്ങൾക്കൊപ്പം പലതും കണ്ടു. ഇനി ജനങ്ങളുടെ ഊഴം. സലിം മാലിക്, 24, തിരുവനന്തപുരം.